നമുക്ക് ദൈവത്തിൽ വിശ്വാസമാണോ അതോ ദൈവത്തോട് വിലപേശലാണോ? നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. ഒരു മനുഷ്യൻ രാവിലെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. അവൻ ഇതിനകം വളരെയധികം വൈകിയിരുന്നു. ഓഫീസിലെ പാർക്കിംഗ് ഏരിയ മുഴുവൻ നിറഞ്ഞിരുന്നു. ഒരു സ്ഥലം പോലും ഒഴിഞ്ഞിരുന്നില്ല. വിഷമത്തോടെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ന് എനിക്കൊരു പാർക്കിംഗ് സ്ഥലം കിട്ടിയാൽ ഞാൻ ദിവസവും ബൈബിൾ വായിക്കാം, പ്രാർത്ഥിക്കാം, ആവശ്യക്കാരെ സഹായിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അവന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു കാറ് പുറത്തേക്ക് പോയി. ഒരു പാർക്കിംഗ് സ്ഥലം ഒഴിഞ്ഞു. സന്തോഷത്തോടെ കാർ പാർക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞു, ശരി കർത്താവേ, ഇനി വിഷമമില്ല, എനിക്ക് സ്ഥലം കിട്ടി. അങ്ങനെ പറഞ്ഞവൻ ദൈവത്തോട് നന്ദി പോലും പറയാതെ ഓഫീസിലേക്ക് നടന്നുപോയി. പ്രിയമുള്ളവരെ, ഈ ചെറിയ കഥയിൽ ഒരു വലിയ സത്യമുണ്ട്. പലപ്പോഴും ദൈവത്തെ നമ്മൾ ഓർക്കുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ്. എല്ലാ വാതിലുകളും അടഞ്ഞതായി തോന്നുമ്പോൾ, ഒരു വഴിയും കാണാതെ ആകുമ്പോൾ നാം പറയുന്നു, കർത്താവേ, ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ചാൽ ഞാൻ അങ്ങയെ കൂടുതൽ സേവിക്കും. പക്ഷേ പ്രശ്നം മാറിയാൽ നമ്മുടെ വാഗ്ദാനങ്ങളും മറക്കുന്നു. ശരിയല്ലേ? യഥാർത്ഥ വിശ്വാസം വിലപേശലല്ല. കർത്താവെ, അങ്ങ് ഇത് ചെയ്താൽ ഞാൻ അത് ചെയ്യാം എന്നതല്ല വിശ്വാസം. നമ്മുടെ ജോലി, കുടുംബം, ആരോഗ്യം, സുരക്ഷ, ഇന്നത്തെ ദിവസം, ഇവയെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ആവശ്യ സമയത്ത് മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പറയാൻ പഠിക്കാം. 1 തെസ്സലോനിക്കർ 5:18 പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഇന്ന് നിങ്ങൾ കർത്താവിനോട് നന്ദി പറഞ്ഞോ? ചോദിക്കുന്നതിന് മുൻപും നന്ദി പറയുക, ലഭിച്ചതിന് ശേഷവും നന്ദി പറയുക. കാരണം പ്രാർത്ഥന ആവശ്യങ്ങൾ പറയാനുള്ളത് മാത്രമല്ല, നന്ദി അർപ്പിക്കാനുള്ളതുമാണ്. നിങ്ങൾ ദൈവത്തെ ഓർക്കുന്നത് ആവശ്യ സമയത്ത് മാത്രമാണോ അതോ എല്ലാ ദിവസവും നന്ദിയോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്?